വയനാട് മാനന്തവാടി പഞ്ചരക്കൊല്ലിയിൽ കടുവ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടു. പഞ്ചരക്കൊല്ലി അച്ചപ്പന്റെ ഭാര്യ രാധയാണ് കൊല്ലപ്പെട്ടത്. കാപ്പി പറിക്കുന്നതിനിടയിലാണ് ആക്രമണം. മന്ത്രി OR കേളു സംഭവസ്ഥലത്തുണ്ട്. മൃതദേഹം മാറ്റാൻ സമ്മതിക്കാതെ നാട്ടുകാരും പ്രതിഷേധിക്കുകയാണ്. വിവരങ്ങളുമായി രതീഷ് ഉണ്ട്. രതീഷ്, വന്യജീവി ശല്യം നിരന്തരമുള്ളൊരു പ്രദേശമാണ് അത്. ഇപ്പോൾ ഈ കടുവ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. മന്ത്രിയും ഇപ്പോൾ സ്ഥലത്തുണ്ട്. ഒരു പ്രതിഷേധമാണ് നിലവിൽ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഗോപിക, ഇത്തരത്തിൽ ജനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തുകയാണ്. ഈ പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് ചേരുന്ന ഭാഗത്താണ് രാധ എന്ന ആദിവാസി സ്ത്രീ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ അപ്പച്ചൻ എന്ന ആളുടെ ഭാര്യയാണ്. ഇദ്ദേഹം വനവകുപ്പിലെ താൽക്കാലിക വാച്ചറാണ്. ഒരു സ്വയം പുനരധിവാസ കേന്ദ്രമാണ് ഈ പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്നത്. പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഭാഗമാണ് ഈ പഞ്ചാരക്കൊല്ലി. സ്വന്തം കൃഷിയിടത്തിൽ കാപ്പി പറിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കടുവയുടെ ആക്രമണത്തിൽ പാതി ഭക്ഷിച്ച നിലയിലാണ് രാധയുടെ മൃതദേഹം നാട്ടുകാർ കണ്ടെത്തിയത്. പിന്നീട് മൃതദേഹം എടുത്തു മാറ്റാൻ അനുവദിക്കാതെ നാട്ടുകാർ പ്രതിഷേധിച്ചപ്പോൾ പഞ്ചാരക്കൊല്ലി എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിൽ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ നാട്ടുകാർ പ്രതിഷേധിക്കുന്നുണ്ട്. മന്ത്രി OR കേളു സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ അവിടെ എത്തി നാട്ടുകാരുമായി സംസാരിച്ചു. ഉന്നത വനവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. നോർത്ത് വയനാട് DFO മാർട്ടിൻ നോവൽ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. കടുവയെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഈ പ്രദേശത്ത് കണ്ടുവെന്നാണ് നാട്ടുകാർ, ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ ഒരു വലിയ ആശങ്ക നിലനിൽക്കുന്നത്. കാരണം ഇത്തരത്തിൽ മനുഷ്യനെ ഭക്ഷിച്ചിരിക്കുന്ന കടുവ വനത്തിലേക്ക് കയറി പോകാൻ സാധ്യതയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഇതൊരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വയം പുനരധിവാസ മേഖലയാണ്. ആദിവാസികളടക്കം നിരവധി ആളുകളെ പുനരധിവസിപ്പിച്ച ഒരു മേഖലയാണ് പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി മേഖല എന്ന് പറയുന്നത്. പ്രിയദർശിനി ടി എസ്റ്റേറ്റ് ആണ്. അതിനോട് ചേർന്ന ഭാഗത്താണ് ഇവർക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായി സ്ഥലം നൽകിയത്. ഇവിടെ കൃഷിയെടുത്ത് ജീവിക്കുന്നവരാണ്. ഇത്തരത്തിൽ കൃഷിയിടത്തിൽ കാപ്പി പറിക്കാൻ ഇന്നലെ രാവിലെ ജോലിക്ക് പോയ രാധ കാപ്പി പറിക്കുന്നതിനിടയിലാണ് ഈ വനത്തിൽ നിന്ന്, അതായത് തൊട്ട മേഖലയിൽ നിന്നും ഇറങ്ങി വന്ന കടുവ ആക്രമിച്ചുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മൃതദേഹം പാതി ഭക്ഷിച്ച ഒരു അവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാർ നിലവിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൃതദേഹം ഇപ്പോൾ എടുത്തു മാറ്റാൻ ജനങ്ങൾ, സംഭവ സ്ഥലത്ത് നിന്ന് എടുത്തു മാറ്റാൻ ജനങ്ങൾ അനുവദിച്ചു. പക്ഷേ ഇപ്പോൾ പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിൽ നാട്ടുകാർ കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ്. അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട്. പ്രദേശത്ത് ഫെൻസിംഗ് സൗകര്യങ്ങളൊന്നും ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അധികൃതർ ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത്. ഇങ്ങനെയൊരു വലിയ ആരോപണമാണല്ലേ നാട്ടുകാർ ഉന്നയിക്കുന്നത്? തീർച്ചയായും ഇത്തരത്തിൽ ഇതൊരു വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്. പക്ഷേ ധാരാളം കൃഷിയിടങ്ങളുണ്ട്, തേയിലയുണ്ട്, മറ്റ് ചെറുകിട തോട്ടം മേഖലയാണ്. ഇത്തരം കേന്ദ്രങ്ങളിലാണ് അവരുടെ സുരക്ഷിത. നേരത്തെ വന്യമൃഗ കാട്ടാന ശല്യം ഉൾപ്പെടെയുള്ള ഒരു മേഖലയാണ്. അത്തരത്തിൽ ആനയുടെ ശല്യം നിരവധി ഉണ്ടെങ്കിൽ ഇവിടെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും നിസ്സംഗത മനോഭാവമുണ്ടെന്നൊരു ആക്ഷേപം നിലവിൽ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ഒരു കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ കടുവ തന്നെയാകാം ഇത്തരത്തിൽ ഈ രാധയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് നാട്ടുകാർ എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അടുത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം മന്ത്രി OR കേളു അടക്കമുള്ളവർ നാട്ടുകാർ സംസാരിക്കാൻ, ശാന്തരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നാട്ടുകാർ, അതായത് ഈ കടുവയെ മയക്കോട് വെച്ച് പിടികൂടാൻ ആവശ്യമായ നടപടി ഓർഡർ ഇന്ന് തന്നെ ഇറക്കണമെന്നൊരു നിലപാട് സ്വീകരിക്കുകയാണ്. ഉന്നത വനപാല സംഘമുണ്ട്. സൗത്ത് വയനാട്, ഞാൻ സൂചിപ്പിച്ചതുപോലെ സൗത്ത് വയനാട് DFO മാർട്ടിൻ നോവൽ അടക്കമുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ നാട്ടുകാരുമായി സംസാരിക്കുകയാണ്. പക്ഷേ ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഈ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ആവശ്യമായ നടപടികളിലേക്ക് കടക്കുള്ളൂ എന്നാണ് നാട്ടുകാർ സ്വീകരിക്കുന്ന ഒരു പൊതു നിലപാട്. കാരണം ജനങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് ഇത്തരത്തിൽ വന്യമൃഗ ശല്യങ്ങൾ നിരവധിയുള്ള ഒരു മേഖലയിൽ, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിൽ അതിദാരുണമായ ഒരു സംഭവം, അതായത് കഴിഞ്ഞ വർഷം നമുക്കറിയാം ഇത്തരത്തിൽ മൂടക്കൊല്ലിയിൽ പ്രതീഷ് എന്ന ചെറുപ്പക്കാരനെ ഇത്തരത്തിൽ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തി. അതിനുശേഷം കാട്ടാനയുടെ ആക്രമണത്തിൽ 2 പേർ വയനാട്ടിൽ കൊല്ലപ്പെട്ടു. നിരന്തരമായി കടുവ വയനാട്ടിൽ വിവിധ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്നു. ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്ന ആവശ്യമായ നടപടികളിലേക്ക് വനവകുപ്പ് നീങ്ങുന്നില്ല എന്നൊരു പ്രതിഷേധം തന്നെയാണ് നാട്ടുകാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്.